ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മേൽവിലാസത്തിൽ വീട്ടു നമ്പർ പോലും ഇല്ലാതെ വോട്ടുകൾ ചേർത്തതിന്റെ തെളിവ് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പുറത്തുവിട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് അട്ടിമറി നടന്നത് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. തൃശൂരിൽ BJPയുടേത് കൃത്രിമ വിജയമെന്നാരോപിച്ചായിരുന്നു വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ പുതിയ തെളിവുകൾ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പുറത്തുവിട്ടത്. തൃശൂർ പാർലമെന്റ് ഇലക്ഷന്റെ ഇലക്ടർ റോള് നീതിപൂർവമല്ലെന്ന് മാത്രമല്ല, വളരെ ഫ്രോഡായ നിലയിൽ BJPയും RSSും വ്യാപകമായി പുറത്തു നിന്നുള്ള ഈ മണ്ഡലത്തേതല്ലാത്ത വോട്ടർമാരെ ചേർക്കുന്നുണ്ട്. അത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ദീൻദയാൽ സ്മൃതി മന്ദിരത്തിൽ മാത്രം 10 വോട്ടുകൾ BJP ചേർത്തിട്ടുണ്ട്. അടിമുടി ക്രമക്കേട് നിറഞ്ഞ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതെന്നും വോട്ടർ പട്ടിക നിലനിൽക്കാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ BJP മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. കൃത്രിമമായും നീതിരഹിതമായും നിർമ്മിച്ച ഒരു ഇലക്ടറോളിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഒരു എൻക്വയറി നടത്തിയാൽ മാത്രമേ ഇക്കാര്യം വെളിവാക്കപ്പെടുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മൗനം അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശ്ശൂരിലെ വ്യാപകമായ BJP പ്രേരിതമായ അട്ടിമറികൾ, വോട്ടർ പട്ടികയെ അനിഷ്ടം പോലെ മലിനപ്പെടുത്തിയത്, ഇതെല്ലാം ഇന്നെല്ലാവർക്കും അറിയാം. അതേസമയം ആവണിശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. 69-ാം നമ്പർ ബൂത്തിൽ 17 വോട്ടർമാരുടെ രക്ഷകർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് BJP പ്രാദേശിക നേതാവാണ്. 20 വയസ്സു മുതൽ 61 വയസ്സുവരെയുള്ളവരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തു. എന്നാൽ ഇതിൽ അസ്വാഭാവികതയില്ലെന്നാണ് BJPയുടെ വാദം. 24 തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വ്യാപകമെന്നു പരാതി. എറണാകുളത്തും കാസർഗോഡും ഒരു കെട്ടിടത്തിന്റെ വിലാസത്തിൽ നിരവധി പേരെ ചേർത്തു എന്നാണ് ആക്ഷേപം. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തൃശൂർ DCC അധ്യക്ഷൻ പരാതി നൽകി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപണം ശക്തമായതിനു പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയെ ചൊല്ലിയും പരാതി. കാസർഗോഡ് കോടോമ്പേളൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്നാണ് ആക്ഷേപം. ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരും 0 എന്ന വീട്ടുനമ്പറിൽ വോട്ട് ചേർത്തവരും പട്ടികയിലുണ്ട്. ഒരേ കെട്ടിടത്തിന്റെ വിലാസത്തിൽ 15ഉം 11ഉം പേർ വോട്ട് ചേർത്തെന്നും കണ്ടെത്തി. തൃശൂരിൽ BJPക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. MP-യും MP-യുടെ കുടുംബവും അത് വലിയ ഭീകരമായ ഒരു അവസ്ഥയല്ലേ? ജനാധിപത്യത്തെ ധ്വംസിക്കുകയാണ്. അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ വോട്ട് ചേർത്താമെന്നുണ്ടെങ്കിൽ ആരെയും തോൽപ്പിച്ചുകൂടെ? എറണാകുളം തൃക്കാക്കരയിൽ കള്ളവോട്ടുകൾ എന്ന പരാതിയുമായി എത്തിയത് LDF. ഒരേ വീട്ടുനമ്പറിൽ 59 വോട്ടുകളുണ്ടെന്നാണ് പരാതി. ദേശീയ കവല എന്ന വാർഡിലാണ് അനധികൃത വോട്ടർമാർ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത്രയും വോട്ടുകൾ പോൾ ചെയ്തെന്നും LDF. അതേസമയം കോഴിക്കോട് മാറാട് ഡിവിഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ മുസ്ലിം ലീഗിന് പിന്നാലെ CPIഎമ്മിനെതിരെ BJPയും രംഗത്തെത്തി. 49-ാം വാർഡിൽ കഴിഞ്ഞ തവണ 14 വോട്ടിന് BJP പരാജയപ്പെടാൻ കാരണം CPIഎമ്മിന്റെ കള്ളവോട്ടുകളെന്നാണ് ആരോപണം. ഇല്ലാത്ത വീടുകൾക്ക് അടുത്ത വീടിന്റെ നമ്പറാണ് നൽകുക എന്നാണ് CPIഎം വിശദീകരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വോട്ട് കൊള്ളയിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. DCCകളുടെ നേതൃത്വത്തിൽ രാത്രി 8 മണിക്ക് മെഴുകുതിരി കത്തിച്ച് ഫ്രീഡം നൈറ്റ് മാർച്ച് നടത്തും. ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. തെളിവുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഹാജരാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നും ആവശ്യപ്പെട്ടു. വോട്ട് ചോരി മുദ്രാവാക്യം മുഴക്കി എല്ലാ ജില്ലകളിലും കോൺഗ്രസ് ഇന്ന് മെഴുകുതിരി കത്തിച്ച് മാർച്ച് നടത്തും. വോട്ട് കൊള്ള ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മാർച്ച്. സംസ്ഥാന തലങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലും മെഗാ റാലികൾ ഉണ്ടാകും. ഈ മാസം 17-ന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന യാത്ര ബീഹാറിൽ നിന്ന് ആരംഭിക്കും. വെറും തെരഞ്ഞെടുപ്പ് വിഷയമല്ല, ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന നിയമം 1952 മുതൽ നിലവിലുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.
കള്ളവോട്ടിന് തെളിവുണ്ടെങ്കിൽ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം. വോട്ട് ചോരി പ്രയോഗം വോട്ടർമാരുടെ സത്യസന്ധതയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണമെന്നും രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഉയർത്തി സംസ്ഥാന തലങ്ങളിൽ ക്യാമ്പയിനുകൾ നടത്തും. രാജ്യവ്യാപക പ്രതിഷേധത്തിനൊപ്പം തന്നെ വോട്ട് കൊള്ളയും വോട്ടർ പട്ടിക പരിഷ്കരണവും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് വീണ്ടും ആവശ്യപ്പെടാനാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ തീരുമാനം. വോട്ട് കൊള്ളയ്ക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ പാർലമെന്റിൽ ആരംഭിച്ച പ്രതിഷേധം ഇന്ന് സംസ്ഥാനങ്ങളിലേക്ക് കൂടി എത്തുകയാണ്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് പരിഹരിക്കും വരെയും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ തീരുമാനം. വിനീത വിജി, 24, ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളി. MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദനം വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കും. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി നിരാകരിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു നിർണായകമായിട്ടുള്ള ജഡ്ജി മനോജിന്റെ ചോദ്യം ഉയർന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് മുൻ ADGP അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനത്തിൽ സർക്കാരിന് സമർപ്പിച്ച രേഖകളുണ്ടോ, സർക്കാരിന്റെ സമ്മതപത്രമുണ്ടോ എന്ന ചോദ്യത്തിന് അഭിഭാഷകൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തുമ്പോൾ ADGP MR അജിത് കുമാർ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്, സർക്കാരിന്റെ സമ്മതപത്രവും ഒപ്പം തന്നെ അനുമതിയും ഒക്കെ തന്നെ ഉണ്ട് എന്ന കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ അയാളുടെ മാത്രം മൊഴി എടുത്തതുകൊണ്ട് എങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കും? കോടതിയിൽ തെളിവുകളാണ് വേണ്ടത്. അന്വേഷണ സംഘം എപ്പോഴെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഘട്ടത്തിൽ ഇത് സർക്കാരിന്, അഥവാ ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട രേഖകൾ സർക്കാരിന് സമർപ്പിച്ചതിന്റെ പകർപ്പുകൾ ശേഖരിച്ചിട്ടുണ്ടോ, ഇത് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു ഈ അഭിഭാഷകന്റെ പ്രതികരണം. ആ രീതിയിൽ കേസിന്റെ വാദപ്രതിവാദങ്ങളിലൊക്കെ തന്നെ പൊളിയുന്നതായിരുന്നു. അതായത് സർക്കാർ നേരത്തെ അംഗീകരിച്ച ക്ലീൻ ചിറ്റിനെ കോടതിയിൽ കൃത്യമായ കേസ് ഡയറിയും ഒപ്പം തന്നെ അന്വേഷണ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്വേഷണ റിപ്പോർട്ടും സാക്ഷിമൊഴികളും, ഏകദേശം സാക്ഷികളും വാദികളും കൂടി 30ഓളം ആളുകളുണ്ട്. ഈ 30ഓളം ആളുകളെ കോടതിയിൽ കൃത്യമായി എത്തിച്ച ശേഷം അവരുടെ മൊഴി അവർക്ക് കേൾക്കാനുള്ളതും അവർക്ക് പറയാനുള്ളതും ഒക്കെ തന്നെ കേട്ട ശേഷമാണ് ഇത്തരത്തിൽ പ്രത്യേക വിജിലൻസ് കോടതി ഈ ക്ലീൻ ചിറ്റ് തള്ളിക്കൊണ്ട് ഒപ്പം തന്നെ ഇനിയുള്ള അന്വേഷണത്തിൽ കോടതിയുടെ കൃത്യമായ ഇടപെടലും നിരീക്ഷണം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 30-ാം തീയതി ഈ സാക്ഷികളെയും വാദികളുടെയും ഒന്നുകൂടി കോടതി വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തും. ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടത്തെയും ഒപ്പം തന്നെ കവടിയാറിലെയും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ, അത് ഇടപാടുകൾ നടത്തിയതിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല. എല്ലാ ആരോപണങ്ങളിലും അന്വേഷണം നടത്താൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ പറയുന്നു. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ സുജിത് ദാസിനെ സഹായിച്ചതിൽ ഇയാൾക്ക് ഈ MR അജിത് കുമാറിന് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ, ഒപ്പം തന്നെ പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കവടിയാറിലെ ആഡംബര വീട് പണിതതിലൊക്കെ തന്നെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ സർക്കാർ ഇത് തള്ളുകയാണ്. പക്ഷേ അങ്ങനെ ചുമ്മാ വെറുതെ അങ്ങ് തള്ളാൻ കഴിയില്ല. കൃത്യമായ അന്വേഷണവും രേഖകളുടെ അടിസ്ഥാനത്തിൽ വേണം എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത് തള്ളിക്കൊണ്ട് ഒപ്പം തന്നെ കോടതിയുടെ ഇടപെടലോടുകൂടി തന്നെ ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള വിധി ഇന്ന് പുറപ്പെടുവിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണല്ലോ. ഇപ്പോൾ ഈ അനധികൃത സ്വത്ത് സമ്പാദന പരാതി വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കാൻ പോകുന്നു, പരാതിക്കാരിൽ നിന്ന്, സാക്ഷികളിൽ നിന്ന് കോടതി നേരിട്ട് മൊഴി രേഖപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ കോടതിക്ക് ഈ ആരോപണങ്ങളിൽ അതിൻ്റെ ഗൗരവ സ്വഭാവം കോടതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നായിരിക്കുമല്ലോ അത്തരമൊരു നടപടിയിലേക്ക് നേരിട്ട് അതിലൊരു അന്വേഷണത്തിന് കോടതി ഒരുങ്ങുന്നത്, മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത്, സാക്ഷികളെ വിളിച്ചു വരുത്താനൊക്കെ ഒരുങ്ങുന്നത് അല്ലേ? അതെ വിജയകുമാർ, ഈ ഹർജിക്കാരൻ നാഗരാജു സൂചിപ്പിച്ച വാദങ്ങൾ, അതായത് പ്രധാനമായും നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി അതായത് തിരുവനന്തപുരത്തെ പ്രത്യേകിച്ചും നഗരഹൃദയത്തിലെ ഒരു ആഡംബര ഫ്ലാറ്റ് അല്ലെങ്കിൽ ആഡംബര വീട് പണിയാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി സഹായിച്ചു എന്ന കാര്യമുണ്ട്. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെതിരെ അന്വേഷണം നടത്തിയത് അയാളുടെ കീഴിൽ, അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ കേസിനെ അല്ലെങ്കിൽ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഉയർന്നിട്ടുള്ള 12ഓളം സ്ഥലങ്ങളിൽ അജിത് കുമാർ സ്ഥലം
വാങ്ങിയതും വിറ്റതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അഴിമതി ഉണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി രേഖ സമർപ്പിച്ചിട്ടില്ല, അതൊക്കെ തന്നെ സംശയാസ്പദമാണെന്നുള്ള കാര്യം ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും ഒപ്പം തന്നെ മറ്റുള്ള ജില്ലകളിലൊക്കെ തന്നെ എറണാകുളത്തടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങി വിറ്റു. ഒപ്പം തന്നെ അത് 33 ലക്ഷം രൂപയ്ക്ക് വിറ്റത് 66 ലക്ഷം രൂപയ്ക്ക് വിറ്റതിൻ്റെ ഒക്കെ തന്നെ രേഖ കാണിച്ചിട്ടില്ല. പക്ഷേ അത് സർക്കാരിൻ്റെ നിരീക്ഷണം ഈ രീതിയിൽ സ്വാഭാവികമായും സ്ഥലത്തിന് ഉയരുന്ന വിലയാണത്, അല്ലാതെ ഒപ്പം തന്നെ ഈ കവടിയാറിലെ ആഡംബര വീടിനെ സംബന്ധിച്ചുള്ള പരാതിയിൽ അങ്ങനെ ഒരു ആഡംബര വീടല്ല, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുമതിയുടെയൊക്കെ തന്നെ രേഖയുണ്ട്, അതിന് കൃത്യമായ വിസ്തീർണം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു ആഡംബര വീടെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ കോടതിയുടെ നിരീക്ഷണം, ഈ വാദങ്ങൾ ഉയർന്നപ്പോൾ കോടതിയുടെ നിരീക്ഷണം അങ്ങനെ രേഖകൾ മാത്രം കൊണ്ടല്ല ഇത്തരം കേസിനെ സമീപിക്കുന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് ഇപ്പോൾ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതി നിരാകരിച്ചു എന്നതിനപ്പുറത്തേക്ക് അത് വിജിലൻസ് കോടതി നേരിട്ട് അതിൽ അന്വേഷണം നടത്താൻ പോകുന്നു, സാക്ഷികളെ വിളിച്ചു വരുത്താൻ പോകുന്നു, മൊഴി രേഖപ്പെടുത്താൻ പോകുന്നു എന്നത് തന്നെയാണ്. അത് ഈ പരാതിയുടെ ഗൗരവ സ്വഭാവം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്നൊരു നിരീക്ഷണം കൂടിയുണ്ട്. അതിൻ്റെ ആ ഉത്തരവിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിയും ജൈനമ്മ കൊലക്കേസിൽ നിർണായക തെളിവ് ലഭിച്ചു. പ്രതി സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെ രക്തക്കറ ജൈനമ്മയുടേത് തന്നെയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. സമ്പൂർണ്ണ DNA ഫലം 2 ദിവസത്തിനകം വരുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ജൂലൈ 28-ന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വീകരണ മുറിയിൽ നിന്നായിരുന്നു രക്തക്കറ കണ്ടെത്തിയത്. മനുഷ്യരക്തമെന്ന് ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചതോടെ തിരുവനന്തപുരത്തെ ലാബിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ഇതിന്റെ ഫലമാണ് ഇന്നലെ ലഭിച്ചത്. ബന്ധുക്കളുടെ രക്തസാമ്പിളുമായി നടത്തിയ പരിശോധനയിൽ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചു. ജൈനമ്മയെ കാണാതായ 2024 ഡിസംബർ 23 വൈകുന്നേരം ചേർത്തലയിലെ സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണം ജൈനമ്മ ധരിച്ചിരുന്നതാണെന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം. ഇതോടെ ജൈനമ്മ കേസിൽ സെബാസ്റ്റ്യന്റെ നേരിട്ടുള്ള പങ്ക് കൂടുതൽ തെളിഞ്ഞു. വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത എല്ലുകളുടെ പരിശോധനാ ഫലം വൈകുമെന്നാണ് സൂചന. എല്ലുകൾ 2 തവണ കത്തിച്ചതാണ് DNA പരിശോധന സങ്കീർണമാക്കുന്നത്. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ 26 വരെ വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. സമ്പൂർണ്ണ DNA ഫലം കൂടി ലഭിച്ചാൽ കോട്ടയം ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടും. 24 ആലപ്പുഴ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി പട്ടിക രാജ്ഭവനും സർക്കാരും കൈമാറി. അക്കാദമിക് വിദഗ്ധർ ഉൾപ്പെടുന്ന 10 പേരുടെ പട്ടിക സർക്കാരും 8 പേരുടെ പട്ടിക രാജ്ഭവനും സുപ്രീം കോടതി അഭിഭാഷകർക്ക് കൈമാറി. ഹർജി തിങ്കളാഴ്ചയാണ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. ഇതിനായി അക്കാദമിക് വിദഗ്ധരായ 10 പേരുടെ പട്ടിക സർക്കാർ സ്റ്റാൻഡിംഗ് കൗൺസിലിന് കൈമാറി. മലയാളികളായ അക്കാദമിക് വിദഗ്ധരുടെ പട്ടികയാണ് സംസ്ഥാന സർക്കാർ കൈമാറിയതെന്നാണ് വിവരം. IIT പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള അക്കാദമിക് വിദഗ്ധരായ 8 പേരുടെ പട്ടിക രാജ്ഭവനും അറ്റോർണി ജനറലിന് കൈമാറിയിട്ടുണ്ട്. അക്കാദമിക് വിദഗ്ധരുടെ പേരുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് അറ്റോർണി ജനറലും സുപ്രീം കോടതി അറിയിച്ചു. എന്നാൽ അന്തിമ പട്ടിക നൽകാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണെന്ന് AG സുപ്രീം കോടതിയിൽ ആവശ്യമുന്നയിച്ചു. സർക്കാർ പട്ടികയിലെ പേരുകൾ AGക്ക് കൈമാറാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. 4 പേർ വീതമുള്ള പട്ടികയായിരിക്കും അന്തിമമായി AG സുപ്രീം കോടതിക്ക് നൽകുക. UGC ഒരാളെയും സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കും. 24 തിരുവനന്തപുരം. അതേസമയം കേരള സർവകലാശാലയിൽ ഇന്ന് ചേരേണ്ടിയിരുന്ന അക്കാദമിക് കൗൺസിൽ യോഗം അവസാന നിമിഷം മാറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. 110 പേരുള്ള കൗൺസിലിൽ ഭൂരിഭാഗം പേരും എത്തിയ ശേഷമാണ് VC യോഗം മാറ്റിയത്. VCയുടെ നടപടിയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധിച്ചു. വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക്, അഡ്മിഷൻ തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു അക്കാദമിക് കൗൺസിൽ യോഗം നിശ്ചയിച്ചത്. രാവിലെ 10 മണിക്ക് ചേരേണ്ട അക്കാദമിക് കൗൺസിൽ യോഗം മാറ്റിയെന്ന് 9 മണിയോടെ അറിയിപ്പ് വന്നു. 110 പേരുള്ള അക്കാദമിക് കൗൺസിലിൽ ഭൂരിഭാഗം പേരും സർവകലാശാലയിൽ എത്തിയ ശേഷമായിരുന്നു യോഗം മാറ്റിയത്. വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു VC അവസാന നിമിഷം യോഗം മാറ്റിയത്. എന്നാൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ യോഗം മാറ്റിയതിനെതിരെ പ്രതിഷേധിച്ചു. ഈ അതോറിറ്റിയെ പുല്ലുവില കൊടുത്തുകൊണ്ട് ഇവിടെ ഏകാധിപത്യപരമായിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിൻഡിക്കേറ്റ് കൂടാറില്ല. റെഗുലർ സിൻഡിക്കേറ്റ് അവസാനമായി കൂടിയത് മെയ് 27-നാണ്. പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടാണ് വൈസ് ചാൻസലർ യോഗം മാറ്റിയതെന്ന് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു.
ഇന്നത്തെ യോഗം അലങ്കോലപ്പെടുത്തുക എന്നുള്ള ആസൂത്രിതമായൊരു ശ്രമം ഇടത് അക്കാഡമിക് കൗൺസിൽ അംഗങ്ങൾക്കും അവരുടെ സംഘടനാ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ അരങ്ങേറിയ ഈ സമരത്തിന്റെ ആസൂത്രിതമായ സമരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ സർവകലാശാലയിൽ നേരിട്ടെത്താതെയാണ് യോഗം മാറ്റിയതായി പ്രഖ്യാപിച്ചത്. 24 തിരുവനന്തപുരം. ഇന്ന് ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം തള്ളി സംസ്ഥാന സർക്കാർ. ദിനാചരണം നടത്തരുത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സർവകലാശാല ഡീനുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ ഉൾപ്പെടെ പരിപാടി നടത്തിയതിന് പിന്നാലെ വ്യാപക പ്രതിഷേധവുമുണ്ടായി. ചാൻസലറുടെ വിവാദ നിർദ്ദേശത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ തന്നെ നിലപാട് അറിയിച്ചിരുന്നു. വിഭജന ഭീതി ദിനാചരണം നടത്തരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡീനുകൾക്ക് ഇമെയിലിലൂടെ നിർദ്ദേശം നൽകി. പരിപാടി സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനും കാരണമാകും എന്നായിരുന്നു വകുപ്പിന്റെ നിലപാട്. പിന്നാലെ പരിപാടി നടത്താൻ ABVP രംഗത്തെത്തി. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ ധനുവച്ചപുരം VTM NSS കോളേജിൽ ക്യാമ്പസിനകത്ത് പരിപാടി നടത്താൻ ABVPക്ക് അനുമതി നൽകിയില്ല. ക്യാമ്പസിന് പുറത്ത് ABVP പരിപാടി സംഘടിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ എതിർക്കുന്ന, ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ എതിർക്കുന്ന ഇടതുപക്ഷം, ഈ കേരള സർക്കാർ അതിനെതിരെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രോ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു പരിപാടി കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നടക്കരുതെന്ന വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർകോട്ട് ABVP വിഭജന ഭീതി ദിനം ആചരിച്ചതിന് പിന്നാലെ SFI, MSF പ്രവർത്തകർ പ്രതിഷേധിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ABVP പതിച്ച പോസ്റ്ററുകൾ SFI പ്രവർത്തകൻ കീറിയതിനെ ചൊല്ലി ABVP SFI പ്രവർത്തകർ ഏറ്റുമുട്ടി. കേരള സർവകലാശാല, മഞ്ചേശ്വരം ഗോവിന്ദപ്പായി ഗവൺമെന്റ് മെമ്മോറിയൽ കോളേജ്, കുമ്പള IHRD കോളേജ് എന്നിവിടങ്ങളിലാണ് പരിപാടി നടത്തിയത്. ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ ദേശാഭിമാനിയിലെ മുഖപ്രസംഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശനമുന്നയിച്ചു. ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന സംസ്ഥാനത്തെ പ്രഥമ പൗരൻ തന്നെ ഭരണഘടനാ വിരുദ്ധമായ വിഭജന രാഷ്ട്രീയത്തിന്റെ വക്താവായ RSSന്റെ വക്കാലത്തുമായി രംഗത്തു വരുന്നത് അപലപനീയവും പ്രതിഷേധാർഹവും എന്നായിരുന്നു വിമർശനം. 24 തിരുവനന്തപുരം. രാജ്യത്ത് സ്വാതന്ത്ര്യ ദംസനമെന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ക്രൈസ്തവർ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. കന്യാസ്ത്രീകൾ തുറുങ്കിലടയ്ക്കപ്പെടുന്നത് ഇതിന്റെ ഭാഗമെന്നും മാർ ജോസഫ് പാംബ്ലാനി കുറ്റപ്പെടുത്തി. ഭാരതത്തിൽ പലതരത്തിലുള്ള സ്വാതന്ത്ര്യ ധ്വംസനങ്ങൾ നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. വിശിഷ്യ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവർ, മിഷണറിമാർ, നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സന്യസ്തർ, അവരൊക്കെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടുകയും ഏത് നിമിഷം അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇത് ഏതു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രസ്താവന അദ്ദേഹം നൽകിയത്? ഇപ്പോൾ DYFI പറയുന്നത് തലശ്ശേരി ബിഷപ്പ് നിലപാട് തിരുത്തിയത് MV ഗോവിന്ദൻ ഇഫക്റ്റ് എന്നാണ് DYFIയുടെ ഒരു പ്രതികരണം വരുന്നത്. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പറയേണ്ടത് പറഞ്ഞുവെന്ന് DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശിയുടെ ഒരു പ്രസ്താവനയും ഒരു പ്രതികരണവും ഇതിനെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുകയാണ്. എന്താണ് അരുൺ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്? വിജയകുമാർ, ബിഷപ്പിൻ്റെ സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പരാമർശം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം, ഈ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് അവസരവാദ നിലപാടാണ് തലശ്ശേരി ബിഷപ്പ് സ്വീകരിച്ചതെന്ന വിമർശനം CPIM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം DYFI ഉൾപ്പെടെ ബിഷപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ, അതായത് സംഘപരിവാർ സംവിധാനങ്ങളുമായി മൃദു സമീപനവും അവർക്ക് അനുകൂലമായ നിലപാടാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ, കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അതിക്രമങ്ങൾ നേരിടുമ്പോഴും ഈ സംഘപരിവാർ സംവിധാനങ്ങളുടെ അനുകൂലമായ നിലപാട് ബിഷപ്പ് പാംബ്ലാനി ഉൾപ്പെടെ സ്വീകരിക്കുന്നുവെന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. അത് പിന്നീട് അതിന് മറുപടിയായി തലശ്ശേരി അതിരൂപതയുടെ പ്രതികരണവും പിന്നീട് അതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയൊക്കെ ചെയ്തിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിലവിലെ രാജ്യത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ബിഷപ്പ് വിശദീകരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് സ്വാതന്ത്ര്യ ദംസനം എന്നാണ് രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ അല്ലെങ്കിൽ
വിവിധ തലങ്ങളിൽ സ്വാതന്ത്ര്യ ദംശനങ്ങൾ നടക്കുന്നു എന്നാണ് ബിഷപ്പ് പറയുന്നത്. ക്രൈസ്തവർ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നു. കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമാണ്. ഇത് തിരുത്തണം എന്ന ഒരു വിമർശനം. അതായത് നമ്മുടെ രാജ്യത്തെ നിലവിലെ സംവിധാനങ്ങളിൽ ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നു എന്ന സൂചന നൽകുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഡിവൈഎഫ്ഐയുടെ പ്രതികരണം കൂടി അതിൽ വന്നിട്ടുണ്ട്. അതായത് ബിഷപ്പ് തിരുത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം തിരുത്തുകയാണ്. അത് MV ഗോവിന്ദൻ എഫക്റ്റാണ്, കിട്ടേണ്ടത് കിട്ടിയപ്പോൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പുൾപ്പെടെ പുറത്തു വരുന്നത്. അതായത് CPM-ൻ്റെ ഉൾപ്പെടെ പ്രതികരണം ഇപ്പോൾ ബിഷപ്പ് നിലപാട് തിരുത്തുന്നു, കൃത്യമായി കാര്യങ്ങൾ വിമർശിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ബിഷപ്പ് തിരുത്തുന്നു. അത് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. കാരണം തലശ്ശേരി ബിഷപ്പ് നിലപാട് തിരുത്തിയത് MV ഗോവിന്ദൻ എഫക്ട് എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. ഒരു പടി കൂടി കടന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പറയേണ്ടത് പറഞ്ഞുവെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണവുമുണ്ട്. അത് MV ഗോവിന്ദൻ എഫക്റ്റ് ആണോ എന്നൊക്കെ ഇനിയിപ്പോൾ ബിഷപ്പ് തന്നെ വിശദീകരിക്കുമോ എന്ന് നമുക്കറിയില്ല. അതിനിടയിൽ ഈ വിഭജന ഭീതി ദിനം കുസാറ്റിൽ സംഘടിപ്പിച്ചു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ചാൻസലറുടെ ആഹ്വാനപ്രകാരം ഓൺലൈനായാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളം തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ്സുകാരനോട് ക്രൂരത. വൈകിയെത്തിയ കുട്ടിയെ ഇരുട്ടുമുറിയിൽ ഇരുത്തുകയും TC നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ തൃക്കാക്കര പോലീസിൽ കുട്ടിയുടെ പിതാവ് പരാതി നൽകി. അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. 8:30 ആരംഭിക്കുന്ന ക്ലാസ്സിലെത്താൻ 5 മിനിറ്റ് വൈകി എന്നാരോപിച്ചാണ് കുട്ടിയെ ഇരുട്ടുമുറിയിൽ ഇരുത്തിയത്. ആദ്യം എന്നെ ഇവിടെ 2 റൗണ്ട് ഓടിപ്പിച്ച് ലേറ്റായ കുട്ടികളാ. ആദ്യം കൊണ്ടിരുത്തിയത് ഒട്ടും വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു മുറി കൊണ്ടിരുത്തി. കുട്ടിയെ TC തന്നു വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും രക്ഷിതാക്കൾ പറഞ്ഞു. ഞങ്ങൾ പൈസ മുടക്കി പഠിപ്പിക്കണതല്ലോ, ചിലപ്പോൾ ഒരു നേരമൊക്കെ ചിലപ്പോൾ ഇത്തിരി വൈകിന്നൊക്കെ ഇരിക്കും, അവർക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിരുത്തിയാൽ മതി. പ്രതിഷേധവുമായി പൊതുപ്രവർത്തകരും എത്തി. വൈകിയെത്തിയ കുട്ടിയെ സ്കൂൾ ഗ്രൗണ്ടിൽ 2 റൗണ്ട് ഓടിച്ച ശേഷമാണ് ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി ഇരുത്തിയത്. സംഭവം അറിഞ്ഞെത്തിയ ബന്ധുക്കളും സ്കൂൾ അധികൃതരും തമ്മിൽ തർക്കമുണ്ടായി. ഇരുട്ടുമുറിയിൽ ഇരുത്തിയില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ പ്രതികരണം. ഇത് 5ാം തവണയാണ് ലേറ്റായിട്ട് വന്നത്. അപ്പോൾ ഫാദറിനോട് ഈ റൂളിനെ പറ്റി പറഞ്ഞപ്പോൾ ഫാദറാ പറഞ്ഞ് എങ്ങനെയാണെങ്കിൽ നമുക്ക് TC തന്നേക്കുന്നു. തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തി. സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി വിശദീകരണം തേടി. 24 കൊച്ചി. ഈ വിഷയത്തിൽ സ്കൂളിന്റെ ഒരു പ്രതികരണമുണ്ട്. ഈ കുട്ടിയെ ഓടിച്ചത് എല്ലാ ദിവസവുമുള്ള വ്യായാമത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത്. ക്ലാസ്സിന് പുറത്തു നിർത്തുന്നതിന് പകരം മറ്റൊരു ക്ലാസ് മുറിയിൽ ഇരുത്തുകയാണ് ചെയ്തത് എന്ന് ആ വിഷയത്തിൽ ഈ സ്കൂളിൻ്റെ ഒരു വിശദീകരണം കൂടി വരുന്നുണ്ട്. അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. SFIയും KSUം സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് പോലീസ്. സൂര്യശ്രീ വിവരങ്ങൾ നൽകും തൃക്കാക്കരയിൽ സ്കൂളിൽ നിന്ന്. സൂര്യശ്രീ, എന്താണ് വിവരങ്ങൾ? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? മാനേജ്മെന്റിന്റെ പുതിയ വിശദീകരണവും വരുന്നുണ്ടല്ലോ ഇപ്പോൾ, അല്ലേ? വിജയകുമാർ, ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിൽ കുട്ടിയോട് ഈ തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ ഒരു ക്രൂരതയുണ്ടായത്. വൈകിയെത്തി 8:30 എത്തേണ്ട കുട്ടി 5 മിനിറ്റ് വൈകിയെന്ന് ആരോപിച്ചാണ് കുട്ടിയെ ഗ്രൗണ്ടിൽ 2 റൗണ്ട് ഓടിക്കുകയും ശേഷം ഇരുട്ടുമുറിയിൽ ഇരുത്തിയതുമെന്നാണ് പാരന്റ്സ് എല്ലാം നമ്മളോട് പരാതി നൽകിയത്. തൃക്കാക്കര പോലീസിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകുകയും ചെയ്തെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്കൂളിലെത്തി വിശദീകരണം തേടിയിട്ടുണ്ട്. നിലവിൽ പ്രിൻസിപ്പൽ കുട്ടിക്കെതിരെ നടപടിയെടുത്ത പ്രിൻസിപ്പലിനെതിരെ നടപടി സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് വിശദീകരണം തേടിയിട്ടുണ്ട്. ചർച്ച നടത്തി PTA-യുമായി യോഗം ചേർന്ന ശേഷം ഇതിലൊരു വിശദമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു വിചിത്ര ന്യായം എന്താണെന്ന് കരുതിയാൽ വൈകിയെത്തുന്ന കുട്ടികളുടെ വാമപ്പിന്റെ ഭാഗമായി മാത്രമാണ് ഇത്തരത്തിൽ ഈ 2 റൗണ്ടും 3 റൗണ്ടുകളൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിക്കുന്ന ഒരു വിചിത്ര ന്യായമായാണ് സ്കൂൾ അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നത്. കുട്ടിയെ ഇരുട്ടുമുറിയിൽ ഇരുത്തിയിട്ടില്ല എന്നൊരു ന്യായീകരണവും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ കൃത്യമായും കുട്ടിയും രക്ഷിതാക്കളും എല്ലാം തന്നെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ ആദ്യം 2
റൗണ്ട് ഗ്രൗണ്ടിൽ ഇരുത്തുകയും പിന്നീട് ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്ക് ഇരുത്തുകയുമാണ് ഉണ്ടായതെന്ന്. ഈ സംഭവത്തിനെതിരെ വിദ്യാഭ്യാസ സംഘടനകൾ KSU SFI അടക്കമുള്ള വിദ്യാഭ്യാസ സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി എത്തി. പോലീസുമായി വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടായി. സ്കൂൾ അധികൃതരുമായും തർക്കങ്ങളുണ്ടായി. ഇതിനെതിരെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് തന്നെ ഈ മാനേജ്മെന്റ് മുദ്രാവാക്യം വിളിപ്പിച്ചു എന്ന് ആരോപിച്ച സംഘടനകൾ, വിദ്യാഭ്യാസ സംഘടനകളെല്ലാം മാനേജ്മെന്റിനെതിരെ കൂടുതൽ തർക്കം രൂക്ഷമാവുകയായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് എത്തി ഈ പ്രതിഷേധക്കാരെയെല്ലാം ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോഴും SFIയുടെ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് വിദ്യാഭ്യാസ സംഘടനകൾ നിലവിൽ പ്രതിഷേധം വിവരങ്ങൾ നൽകിയത്. സുരശ്രീ പറഞ്ഞതുപോലെ ഇനി ഇപ്പോൾ ആ സ്കൂളിൽ അന്വേഷിക്കണം. എല്ലാ ദിവസവും ഇങ്ങനെ പതിവ് പോലെ ഈ സ്കൂളിന് ചുറ്റും കുട്ടികളെ ഓടിക്കുന്ന എന്തെങ്കിലും ഒരു വ്യായാമ മുറ ആ സ്കൂളിൽ മാത്രമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഉണ്ട് എന്നാണല്ലോ ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത്. അതുപോലെ സ്കൂളിന് പുറത്തു നിർത്തുക, അതിന് പകരം ഇരുട്ടുമുറിയിൽ ഇരുത്തുക, ഇതൊക്കെ അവിടുത്തെ ശിക്ഷണ രീതിയുടെ ഭാഗമാണെന്നൊക്കെ പറയുന്നു. അതൊക്കെ അങ്ങനെ തന്നെയാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രത്യേകതരം സ്കൂളായി പരിഗണിക്കുകയും വേണം. സുരശ്രീയാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞതിനെതിരായ ഹർജിയിൽ ദേശീയപാത അതോറിറ്റിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ടോൾ നൽകിയിട്ടും സേവനം നൽകുന്നില്ലല്ലോ എന്നാണ് കോടതിയുടെ വിമർശനം. ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്തത്ര തിരക്കാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2.5 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഗതാഗത പ്രശ്നമെന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ വാദം. ഹൈക്കോടതി വിധിയിൽ പിഴ ഉണ്ട് എന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറഞ്ഞു. ഹർജികൾ തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ആലപ്പുഴ മാന്നാറിൽ ജൽജീവൻ മിഷന്റെ കുഴിയിൽ വീണ് അപകടം. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ടിപ്പറിൽ ഇടുക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴായിരുന്നു അപകടം. ജൽജീവൻ മിഷന് വേണ്ടി എടുത്ത കുഴി മൂടാതെ കിടക്കുകയാണ് അവിടെ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മലപ്പുറത്ത് നിന്ന് അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയ പാണ്ടിക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായി പട്ടിപ്പറമ്പത്ത് ഷമീറിനെ കണ്ടെത്തി. കൊല്ലത്തു നിന്നാണ് ഷമീറിനെ പോലീസ് മോചിപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോയ 5 അംഗ സംഘവും പോലീസ് പിടിയിലായി. പ്രതികളെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി ഷമീറിനെ പോലീസ് കണ്ടെത്തിയത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ്. ഇന്നോവ കാറിലും ഷിഫ്റ്റ് കാറിലുമായാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത്. ഈ കാറുകളുടെ RC ഉടമകളെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നീങ്ങിയത്. കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് നിന്നാണ് പിടികൂടിയത്. മലപ്പുറത്തു നിന്നുള്ള അന്വേഷണ സംഘവും കൊല്ലം റൂറൽ ഡാൻസ് ഹൗസ് സംഘവും ചേർന്നാണ് പിടികൂടിയത്. തട്ടിക്കൊണ്ടുപോയ 5 അംഗ സംഘം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷമീറിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് അറിയുന്നത്. ഷമീറിനെയും പ്രതികളെയും മലപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് ഉറപ്പിക്കുന്നു പോലീസ്. പ്രതികളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഏത് രീതിയിലുള്ള സാമ്പത്തിക ഇടപാടാണ് നടന്നതെന്ന് വ്യക്തമാവുകയുള്ളൂ. ചാവക്കാടുള്ള സംഘത്തിന്റെ പങ്ക് പോലീസ് തള്ളിക്കളയുന്നില്ല. തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ ഷമീറിന്റെ ബിസിനസ് പങ്കാളിക്ക് 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് വാട്സാപ്പ് കോൾ വന്നിരുന്നു. കേസുമായി മുന്നോട്ടു പോകരുതെന്ന് ഷമീറിന്റെ ഭാര്യയ്ക്കും കോളെത്തി. എന്നാൽ പിന്നീട് മറ്റു വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. പെരിന്തൽമണ്ണ DYSPക്കായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല. 24 മലപ്പുറം. വയനാട് സുൽത്താൻ ബത്തേരി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് കുടുംബം. 1.5 മാസമായിട്ടും DNA പരിശോധനാ ഫലം പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് ഭാര്യ സുബിഷ 24നോട് പറഞ്ഞു. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ഹേമചന്ദ്രന്റെ മരണം സ്ഥിരീകരിച്ചിട്ട് 1.5 മാസം പിന്നിടുന്നു. DNA പരിശോധനയ്ക്കായി ഹേമചന്ദ്രന്റെ മക്കൾ, അമ്മ എന്നിവരുടെ രക്തസാമ്പിൾ പരിശോധനക്കയച്ചെങ്കിലും ഇതുവരെ ഫലം പുറത്തു വന്നിട്ടില്ല. കണ്ണൂർ ലാബിലാണ് പരിശോധന നടക്കുന്നത്. ഫലം എത്രയും വേഗം പുറത്തുവിടണമെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടെന്നും ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ. ജൂൺ 28-നാണ് ഞങ്ങൾ അറിഞ്ഞത്, മരിച്ച വിവരം അറിഞ്ഞത്. അത് കഴിഞ്ഞ് 45 ദിവസമായിട്ട് ഇതുവരെ ബോഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. DNA ടെസ്റ്റ് വന്നിട്ടില്ല. അപ്പം അത് കിട്ടി ഞങ്ങൾക്ക് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇതാക്കണം. ഞങ്ങൾക്ക് പേടിയുണ്ട് ഇത് എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത്. മുഖ്യപ്രതി നൌഷാദ് സ്വാധീനമുള്ള ആളാണെന്നും കേസിന്റെ തുടക്കത്തിലെ ആവേശം പുതിയ അന്വേഷണ സംഘത്തിനില്ലെന്നും കുടുംബം ആരോപിച്ചു. വിഷയത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. 1.5 വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം നീലഗിരിയിലെ വനത്തിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേസിലെ മുഖ്യപ്രതി നൌഷാദ് അടക്കമുള്ളവർ റിമാൻഡിലാണ്. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയാണ്. ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പലയിടത്തും ഗതാഗത തടസ്സവും വെള്ളക്കെട്ടും രൂപപ്പെട്ടു. അടുത്ത 24 മണിക്കൂർ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഹിമാചൽ കിന്നർ ജില്ലയിലെ ഋഷി താഴ്വരയ്ക്ക് സമീപമാണ് മേഘവിസ്ഫോടനം. തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ സത്ലജ് നദിക്ക് കുറുകെ ഉണ്ടായിരുന്ന പാലം തകർന്നു. മണ്ണിടിച്ചിലിൽ ഒരാൾക്ക് പരിക്കേറ്റു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. സൈന്യം കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആഹാര സാധനങ്ങളും മരുന്നും എത്തിച്ചു നൽകി. കിന്നറിന് പുറമെ ഷിംല, ലാഹോൽ, സ്പിറ്റി എന്നിവിടങ്ങളിലും മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം റിപ്പോർട്ട് ചെയ്തു. ഹിമാചൽ പ്രദേശിന് പുറമെ ഉത്തരാഖണ്ഡിലെ 11 ജില്ലകളിൽ മിന്നൽ പ്രളയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകി. അടുത്ത 24 മണിക്കൂർ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലും സമീപ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. നോയിഡയിലും ഗാസിയാബാദിലും ഗുരുഗ്രാമിലും വെള്ളക്കെട്ട് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. റോഡ് ഗതാഗതത്തിന് പുറമെ വ്യോമഗതാഗതത്തെയും മഴ ബാധിച്ചു. യമുനയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ എത്തിയതോടെ സമീപ പ്രദേശങ്ങളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി. നദിയുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും നിർദ്ദേശിച്ചു. 24 ഡൽഹി. ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം വരുന്നത് ജമ്മു കാശ്മീരിലും മിന്നൽ പ്രളയമാണ്. കിഷ്ത്വാറിലെ ചൊസ്തി മേഖലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. അവിടെ നിരവധി പേരെ കാണാതായി എന്നാണ് പ്രാഥമിക വിവരം. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലൊക്കെ കണ്ടതാണ്. അതിന് സമാനമായ സാഹചര്യമാണോ ജമ്മു കാശ്മീരിലും ഇപ്പോൾ? വിജയകുമാർ, എന്തായാലും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കിഷ്ത്വാർ ജില്ലയിലെ ചുസ്തി എന്ന മേഖലയിലാണ് ഈ മിന്നൽ പ്രളയം, ഈ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ മച്ചയിൽ മാതാ യാത്ര, അവിടെ ഒരു തീർത്ഥയാത്ര നടക്കുകയാണ്. അവിടെ ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ ഈ മേഖലയിൽ എത്തിച്ചേർന്നിരുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഒരു സമൂഹ അടുക്കളയും പ്രവർത്തിച്ചിരുന്നു. ഈ അടുക്കള പൂർണ്ണമായിട്ട് ഈ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോയതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അതായത് ഈ കുട്ടികളുമായി രക്ഷാപ്രവർത്തകരടക്കം നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ ആ പ്രാഥമികമായിട്ട് അവിടെ നിന്നും പുറത്തു വരുന്നത്. നിരവധി പേർക്ക് ഈ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, അതിൽ അവരെ കാണാതായി എന്നുള്ളൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ദ്രുതകർമ്മ സേനയും സൈന്യവും അടക്കമുള്ളവർ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അടക്കമുള്ളവർ അവിടുത്തെ പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഈ വലിയ ഒരു മിന്നൽ പ്രളയമാണ് അവിടെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായത്. നിരവധി പേരെ ഒഴുക്കിൽ കാണാതായിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ നിലവിൽ എത്ര പേർ മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ ചുസ്തി എന്ന ഈ സ്ഥലത്താണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അവിടെ ശരി, അജീഷ് സൂചിപ്പിച്ചതുപോലെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അവിടെ കിഷ്ത്വാറിലെ ചുസ്തി മേഖലയിലാണ് മേഘവിസ്ഫോടനവും ഇപ്പോൾ ഏതാണ്ട് മലവെള്ളപ്പാച്ചിലിന് സമാനമായ സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിൽ ഒരു ജില്ലയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പുകളില്ല. എറണാകുളത്ത് യെല്ലോ അലേർട്ടുണ്ട്, തൃശ്ശൂരിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്, മലപ്പുറം, കോഴിക്കോട്, അതുപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് മാത്രമേ ഉള്ളൂ. അതിതീവ്ര മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഒരു ജില്ലകളിലും ഇന്നില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. രജനീകാന്ത്, ലോകേഷ് കനകരാജ് ചിത്രം കൂലിയെ ആവേശത്തോടെ വരവേറ്റ ആരാധകർ. പുലർച്ചെ നടന്ന ആദ്യ ഷോയിൽ തന്നെ തിയേറ്ററുകളിൽ വലിയ തിരക്കായിരുന്നു. റിലീസിന് മണിക്കൂറുകൾക്ക് മുൻപേ ആരാധകർ തിയേറ്ററുകൾ കീഴടക്കിയിരുന്നു. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോൾ എത്ര മണിക്കാണ് എഴുന്ന് വന്നത്? ആക്ച്വലി ഉറങ്ങിയിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടില്ല. അമീർ ഖാൻ, സൗബിൻ ഖാൻ മലയാളത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. നല്ല പ്രതീക്ഷയിലാണ്. രാവിലെ ഉറക്കമൊക്കെ രാവിലെ വന്നിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷെ അത് തന്നെ ഒരു ചെറിയ പേടിയിലാണ്. സിനിമ ഗംഭീരമാണെങ്കിൽ ഇതൊരു നല്ല മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയി മാറും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പുള്ളിയെ സ്റ്റാർ ആയിട്ട് നമ്മൾ കാണണമെങ്കിൽ ആക്ച്വലി നമ്മൾ സ്ക്രീനിൽ തന്നെ കാണണം. ലോകേഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. രജനീകാന്ത് അതിലും വലിയൊരു ബ്രാൻഡാണ്. ആദ്യ പകുതിയിൽ തന്നെ രജനീകാന്ത് മാജിക്.
മലയാളത്തിന്റെ സ്വന്തം സൗബിന്റേത് മാസ്മരിക പ്രകടനമെന്നും ആരാധകർ. പടം രജനീകാന്ത് ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇത് സൂപ്പർ സിനിമയാണ്. സൂപ്പർ നല്ല ഫിലിമാണ്, നല്ല ഫിലിം. എടുത്തു പറയേണ്ടത് സൗബിനെ കുറിച്ചാണ്. സൗബിന്റെ ഒരു വേഷം അത് വളരെ പ്രാധാന്യമുണ്ട് സൗബിനെ സംബന്ധിച്ച്. ഒരു ആഘോഷവും പാട്ടുമൊക്കെയായി ആകെ കളറായിരുന്നു ആദ്യ ദിനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. കോതമംഗലത്തെ 23-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർത്ത അന്വേഷണ സംഘം. ഒന്നാം പ്രതി റമീസിന്റെ മാതാപിതാക്കളുടെയും സുഹൃത്തിന്റെയും പേരിൽ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് കേസെടുത്തത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. ഒന്നാം പ്രതി റമീസിന്റെ പിതാവ് റഹീം, മാതാവ് ഷെരീഫ എന്നിവരെ 2ഉം 3ഉം പ്രതികളായും റമീസിന്റെ സുഹൃത്ത് സഹദിനെ 4ആം പ്രതിയായും ഉൾപ്പെടുത്തിയാണ് പ്രതിപ്പട്ടിക പുതുക്കിയത്. മതം മാറണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നാണ് മാതാപിതാക്കൾക്കെതിരായ കുറ്റം. പ്രശ്നം സങ്കീർണമായെന്ന് ബോധ്യപ്പെട്ടിട്ടും ആക്രമണം തടയാനോ ലഘൂകരിക്കാനോ സഹദ് ശ്രമിച്ചില്ല എന്നും പോലീസ് കണ്ടെത്തി. റമീസിന്റെ അറസ്റ്റിന് പിന്നാലെ ഒളിവിൽ പോയ മാതാപിതാക്കളെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. സഹദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റിലേക്ക് നീങ്ങും. റമീസിനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. CPIM നേതാവ് PK ശ്രീമതി യുവതിയുടെ കോതമംഗലത്തെ വീട്ടിലെത്തി. കുറ്റവാളികൾ ഏത് തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ആളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവത്തിലെടുത്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. റമീസിനെതിരായ ഡിജിറ്റൽ തെളിവുകൾക്ക് പുറമെ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് മറ്റ് പ്രതികളുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. യുവതിയുടെ ആത്മഹത്യയിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. 24 തൊടുപുഴ. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസൻ. സർവീസ് ചട്ടലംഘനത്തിന് ക്ഷമ ചോദിച്ച ഡോക്ടർ ഹാരിസ് ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിച്ചു. അതിനിടെ ഡോക്ടർ KV വിശ്വനാഥന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി സ്ഥിര നിയമനം നൽകി. വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തള്ളിയാണ് ഡോക്ടർ ഹാരിസ് ഹസൻ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയത്. ശസ്ത്രക്രിയയ്ക്കായുള്ള പ്രോബില്ലെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് അതേ ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടന്നിരുന്നു. എന്നാൽ അത് ഡോക്ടർ PR സാജു സ്വന്തം പണം ഉപയോഗിച്ച് വാങ്ങിയതെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം. ഉപകരണം ലഭ്യമല്ലെന്ന് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും 2 കത്തിലൂടെ അറിയിച്ചിരുന്നു. തെറ്റായ വിവരം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റവും ഹാരിസ് നിഷേധിച്ചു. സർവീസ് ചട്ട ലംഘനം നടത്തിയതിന് നോട്ടീസിൽ ക്ഷമാപണവും നടത്തി. അതിനിടെ ഡോക്ടർ KV വിശ്വനാഥന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായി സ്ഥിര നിയമനം നൽകി സർക്കാർ ഉത്തരവിറക്കി. ഹാരിസ് വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഫോണിലൂടെ വിശ്വനാഥൻ നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു. 24 തിരുവനന്തപുരം. പോലീസ് കസ്റ്റഡിയിലും ഭീഷണിയുമായി പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. തനിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഭാര്യയാണെങ്കിലും ജീവിതം തുലയ്ക്കും എന്നാണ് ചെന്താമരയുടെ ഭീഷണി. കോടതിയിൽ ഹാജരാക്കുമ്പോൾ 24നോടായിരുന്നു ചെന്താമരയുടെ ഈ പ്രതികരണം. എന്തെങ്കിലും പറയണ്ടോ? എന്ത് പറയാൻ, ആയതായി പായുമായി പായി കൊണ്ട് പോവുക. എന്ത് പറയാൻ? എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആനയാണ് ശരി. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു, അത് ആരാണെന്ന് പറഞ്ഞാൽ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ്. മനസ്സിലായ പറഞ്ഞു എന്തെങ്കിലും പറയാൻ, ആയതായി പായുമായി പായി കൊണ്ട് പോവുക. എന്ത് പറയാൻ? എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആനയാണ് ശരി. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു, അത് ആരാണെന്ന് പറഞ്ഞാൽ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ്. മനസ്സിലായ പറഞ്ഞു ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ടുനിന്ന്. ശ്രീജിത്ത്, ഇയാൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? കുടുംബം നശിപ്പിച്ചത് ആരാണെങ്കിലും നശിപ്പിച്ച് കളയും, തകർത്ത് കളയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത് ഈ പ്രതി? അതായത് വിജയകുമാർ, ഇന്ന് ചെന്താമരയുടെ ഭാര്യ ഈ കോടതിയിലെത്തി മൊഴി നൽകിയിരുന്നു. അവർ കൃത്യമായ രീതിയിൽ ചെന്താമരക്കെതിരായുള്ള മൊഴിയാണ് നൽകിയത്. അതായത് ഈ കുടുംബത്തെ നശിപ്പിച്ചു, അല്ലെങ്കിൽ തൻ്റെ കുടുംബം നശിപ്പിച്ചത് ഇത്തരത്തിൽ ഈ പറയുന്ന കൊല്ലപ്പെട്ട ആളുകളാണ് എന്ന് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായി അതാണ് ചെന്താമരയ്ക്ക് ചൊടിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബൈറ്റ് കൂടി നമ്മുടെ പക്കൽ ഈ ഒരു ഘട്ടത്തിലുണ്ട്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഭാര്യയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ നശിപ്പിക്കും
എന്നെ നശിപ്പിച്ചാൽ ഞാനും നശിപ്പിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ ജാതി പേര് പറഞ്ഞടക്കാൻ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അല്പസമയം മുൻപ് ഈ പറയുന്നത് പോലെ പാലക്കാട് കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. എല്ലാ ഘട്ടത്തിലും ചെന്താമര ഒരു ഘട്ടത്തിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഒരു പ്രതികരണം നൽകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇത് നമ്മളെ പ്രതിനിധി കൃത്യമായ രീതിയിൽ ചോദിച്ചപ്പോഴാണ് വീണ്ടും വീണ്ടും ആ ഒരു പ്രതികരണത്തിലേക്ക് ചെന്താമര കടന്നിരിക്കുന്നത്. അതിരൂക്ഷമാണ്. ഈ ചെന്താമര അതിക്രൂരനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തുവിട്ടാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് തെളിയിക്കുന്ന പ്രതികരണമാണ് 24 ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. വിജയകുമാർ, എന്താണ് ഈ പ്രതി? ഇതൊരു കൊടും കുറ്റവാളിയാണ്. അയാൾ എന്താണ് പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. ശ്രീജിത്ത് തുടരണം. എന്തിനു പറയണ്ടോ? എന്ത് പറയാൻ? ആയതായി പായിലായി പായി കൊണ്ട് പോവുക. എന്ത് പറയാൻ? എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആനയാണ് ശരി. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു. അത് ആരാണെന്ന് അറിഞ്ഞ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ്. മനസ്സിലായ പറഞ്ഞു. ശ്രീജിത്ത്, ഈ ഇത്രയും കൊടും കുറ്റവാളിയായ ഒരാൾ, അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഒക്കെ വിശദാംശങ്ങൾ നമുക്കറിയാം. അയാൾ ഈ പോലീസ് കസ്റ്റഡിയിൽ കഴിയുമ്പോഴും അയാൾക്ക് അതിലൊന്നും ഒരു പശ്ചാത്താപവുമില്ല, ഒരു കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും അയാൾക്കില്ല. അങ്ങേറ്റം രോഷാകുലനായി വലിയ ക്രൂരതയോടെ ക്രൗര്യത്തോടെയാണ് അയാൾ ക്യാമറയ്ക്ക് മുന്നിലും പ്രതികരിക്കുന്നത്. ഇതെന്തൊരു മനുഷ്യനാണ് എന്ന് ചോദിച്ചു പോകും നമ്മൾ ഈ പ്രതികരണം കാണുമ്പോൾ. ശ്രീജിത്ത്, തീർച്ചയായും വിജയകുമാർ, അതായത് ഈ ഒരു ഘട്ടത്തിൽ പോലും, അതായത് ഭാര്യ എന്ന് മൊഴി കൊടുത്തിരുന്നു. കാരണം ചെന്താമരയിൽ നിന്ന് ഹാജരാക്കുമ്പോൾ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അത് ചെന്താമര പൂർണ്ണമായി കേട്ടു. തൻ്റെ ഭാര്യ ചെന്താമരക്കെതിരായ മൊഴിയാണ് കൊടുത്തത്. അതായത് ഭാര്യക്കെതിരെ പോലും ഒരു ഭീഷണി, ആ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് നൽകാൻ കഴിയും. ഭാര്യ ആയാലും തനിക്ക് കുഴപ്പമില്ല എന്ന് ചെന്താമര പറയുന്നു. അതായത് ഇനി പുറത്തിറങ്ങിയാൽ ഒരു കൊലപാതകം കൂടി അല്ലെങ്കിൽ ആരെയെങ്കിലും ഇല്ലാതാക്കാൻ കൂടി തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഈ പ്രതി ഒരു മനസ്സലിവുമില്ലാതെ പറയുകയാണ്. വീണ്ടും വീണ്ടും പറയുകയാണ് തൻ്റെ കുടുംബം നശിപ്പിച്ചത് ആരാണ്, എന്നാൽ അവരെ ഇല്ലാതാക്കും എന്ന് തൻ്റെ ജാതിപ്പേര് കൂടി, ക്ഷത്രിയനാണ് എന്ന തരത്തിൽ തന്നെ തൻ്റെ ജാതിപ്പേര് കൂടി പറഞ്ഞുകൊണ്ടാണ് ചെന്താമര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എക്സ്ക്ലൂസീവ് പ്രതികരണമാണ് നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. ആ കൊലപാതകം കഴിഞ്ഞിട്ട് പോലും ചെന്താമരയെ പിടിക്കുന്ന സമയത്ത് അയാൾ ചോദിച്ചത് ഭക്ഷണമാണ്, തനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തനിക്ക് ചിക്കൻ കറിയും ദോശയും വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് പറഞ്ഞു ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പോലീസ് ദോശയും അതുപോലെ തന്നെ ഓംലെറ്റും വാങ്ങിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ചെന്താമര ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പ്രതികരണം നടത്തിയത് നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ്. ഇന്ന് ഭാര്യയോട് ആ കോടതി മുറിയിൽ വെച്ച് വളരെ രോഷാകുലനായി നിൽക്കുന്നത് കൃത്യമായി തന്നെ കണ്ടിരുന്നു. സ്വാഭാവികമായി അത് തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നത്. വിജയകുമാർ, ഈ നെന്മാറ കേസിലെ വിചാരണ നടപടികൾ തുടങ്ങിയോ ശ്രീജിത്ത്? അതിന്റെ ഭാഗമായാണോ ഇയാളെ കോടതിയിൽ ഇന്നിപ്പോൾ ഹാജരാക്കിയത്? നെന്മാറ കേസിൽ വിചാരണ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഈ പറയുന്നത് പോലെ പോലീസിന് മുൻപാകെ അല്ലെങ്കിൽ ഈ കോടതിക്ക് മുൻപാകെ ചെന്താമരയെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഭാര്യയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങി ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ചെന്താമര വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് തനിക്കെതിരെ നിൽക്കുമ്പോൾ ആരെയും താൻ വകവരുത്തുമെന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണം. വിജയകുമാർ, യെസ്, നേരത്തെ നെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിന് കാരണവും അയാളുടെ സംശയം തന്നെയായിരുന്നു. അയാൾക്കെതിരെ മൊഴി കൊടുത്തു എന്നതൊക്കെയായിരുന്നു ആ ഘട്ടത്തിലും ആ മരിച്ച രണ്ടുപേരെ, ആ കൊലപാതകത്തിന് ഇരയായ രണ്ടുപേർക്കെതിരെയും ചെന്താമര ഉന്നയിച്ച ആരോപണം. അതുതന്നെയാണ് അയാൾ പറയുന്നത്. കുടുംബം തകർത്തവരെ വിടില്ല, എല്ലാവരെയും തകർത്ത് കളയും എന്നിപ്പോഴിതാ ഒരു കൂസലുമില്ലാതെ ചെയ്ത കുറ്റകൃത്യത്തിൽ ഒരു പശ്ചാത്താപത്തിൻ്റെ കണിക പോലും ഇല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുമ്പോഴും ഞാൻ ചെയ്യും, ആ കുടുംബം തകർത്തവരെ തകർക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാൾ പോലീസ് വലയത്തിലാണെങ്കിലും മുന്നോട്ട് നടന്നു പോകുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്.
റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.